മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മെഴുകുതിരിയുടെ പിറവി ലക്ഷ്യം ഒരു ജ്വാലയാവുകയാണ് എന്ന് റൂമി എഴുതുന്നു. വചനവിശുദ്ധിയാർന്ന അനേക ലക്ഷം നെയ്ത്തിരിനാളങ്ങൾ ഉജ്ജ്വലപ്രഭ ചൊരിയുന്ന ഇടമാണ് കേരള കത്തോലിക്ക സഭയുടെ ബൈബിൾ കമ്മീഷനും കേരള കത്തോലിക്ക ബൈബിൾ സൊസൈറ്റിയും കഴിഞ്ഞ 23 വർഷങ്ങളായി നടത്തിവരുന്ന ലോഗോസ് ക്വിസ്. കേരളത്തിനകത്തും പുറത്തുമായി ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും അനേക ലക്ഷം പേരാണ് ഈ വർഷവും ലോഗോസ് എന്ന വചനപ്രഭാപൂരത്തിൽ മാറ്റുരച്ചത്. 4,70,70,781 പേർ A, B, C, D, E, F എന്നീ 6 വിഭാഗങ്ങളിലായി രൂപത, സംസ്ഥാന, അഖിലേന്ത്യാ തലങ്ങളിൽ പരീക്ഷ എഴുതി. അങ്ങനെ ഈ 6 വിഭാഗങ്ങളിൽ നിന്ന് ഒന്നാമതെത്തിയ 6 പേരാണ് ലോഗോസ് പ്രതിഭാ മത്സരത്തിനായി തിരഞ്ഞെടുക്കപ്പെടുകയും ഇന്ന് നമുക്കൊപ്പം ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് രസകരങ്ങളായ റൗണ്ടുകളാണുള്ളത്. വിഷ്വൽ റൗണ്ടാണ്. ഇനി അടുത്ത റൗണ്ട് ഒരു വിഷ്വൽ റൗണ്ടാണ്. അതിന്റെ പ്രത്യേകത, വചന പഠനത്തിൽ ഭാഷയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതേ പ്രാധാന്യം തന്നെയാണ് നമ്മുടെ ഇതുവരെയുള്ള ലോഗോസ് മത്സരങ്ങളിൽ ക്വിസ് മാസ്റ്റർമാർ ജിയോഗ്രഫിക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഭൂപ്രകൃതി അനുസരിച്ച് നിങ്ങൾ അറ്റ്ലസ് നോക്കിയിട്ടുണ്ടാവും, മാപ്പ് നോക്കിയിട്ടുണ്ടാവും, ഇതൊക്കെ പഠിച്ചാണ് വന്നിരിക്കുന്നതെന്നറിയാം. അതുകൊണ്ട് ക്വിസ് മാസ്റ്റർ നിങ്ങൾക്ക് അതിൻ്റെ വിഷ്വൽ, അറ്റ്ലസിൻ്റെ വിഷ്വൽ നിങ്ങൾക്ക് കാണിച്ചു തരും. ക്വിസ് മാസ്റ്റർ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു പ്രദേശമായിരിക്കും. അത് ആ മാപ്പിൽ എവിടെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുകയും വേണം. 6 പേരുടെയും ഉത്തരങ്ങൾ വന്നതിന് ശേഷം അതിൻ്റെ കൃത്യമായ ചിത്രം ക്വിസ് മാസ്റ്റർ നമ്മളെ കാണിക്കുന്നതാണ്. ശരി ഉത്തരം അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ ക്വിസ് മാസ്റ്റർ, നമുക്ക് ക്ലോക്ക് വൈസ് ഈ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത റൗണ്ട് ഇടം. ചോദ്യം മേരി തോമസിനോടാണ്. ചോദ്യം ഇതാണ്: ലൂക്ക 4:26 പ്രതിപാദിക്കുന്ന സീദോനിലെ സറപ്ത ജോഷുവയുടെ പുസ്തകത്തിലെ ഏതു ഗോത്രത്തിന്റെ ഭാഗമാണ്? ഗോത്രത്തിന്റെ പേര് പറഞ്ഞു. ഉത്തരവുണ്ടോ? ഗോത്രമാണേ, ഏതെങ്കിലും ഒരു ഗോത്രം പറയാം. സമയം നമ്മളിപ്പോൾ തന്നത് കഴിഞ്ഞു. ഉത്തരം ആഷറാണ്. സീദോൻ ആഷറിൻ്റെ ഗോത്രത്തിലാണ്. സീദോനിലാണ് സറപ്തയുള്ളത്. അപ്പോൾ സീദോനെ കുറിച്ച് നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം അമലയോടാണ്. യേശുവിൻ്റെ സ്വദേശമായ നസറത്ത് ജോഷുവയുടെ പുസ്തകത്തിലെ ഏതു ഗോത്രത്തിൽ ഉൾപ്പെടും? അമലയോടാണ് ചോദ്യം. മനാസേ ഗോത്രം. മനാസേ ഗോത്രം. ഉത്തരം പറഞ്ഞത് മനാസേ ഗോത്രമാണ്. ഉത്തരം തെറ്റാണ്. അതുകൊണ്ട് തന്നെ മാപ്പിലേക്കും നമ്മൾ പോകുന്നില്ല. ഉത്തരം സെബലൂണാണ്. ഉത്തരം സെബലൂണാണ്. സെബലൂൺ ഇവിടെയുണ്ട്. അടുത്തത് ആനി ചേച്ചിയോടാണ് അടുത്ത ചോദ്യം വരുന്നത്. ചോദ്യം ഇതാണ്: ഗരസനേരുടെ നാട് ജോഷുവയുടെ പുസ്തകത്തിന്റെ കാഴ്ചപ്പാടിൽ ഏതു ഗോത്രത്തിന്റെ ഭാഗമാണ്? ലൂക്കായുടെ സുവിശേഷത്തിലെ ഗരസനേരുടെ നാട് ജോഷുവയുടെ പുസ്തകത്തിന്റെ കാഴ്ചപ്പാടിൽ ഏതു ഗോത്രത്തിന്റെ ഭാഗമാണ്? നമ്മളതുകൊണ്ടാണ് ജിയോഗ്രഫി പഠിക്കണമെന്ന് പറയുന്നത്. മനാസേ. ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഉത്തരം മനാസെ എന്നാണ് പറഞ്ഞത്. പക്ഷേ മനാസേക്ക് 2 ഗോത്രമുണ്ടെന്നുള്ള കാര്യം പറയണം.
അതിനാൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആൻസറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉത്തരം മനാസയുടെ അർദ്ധഗോത്രത്തിനും. ഇനി മനാസയുടെ അർദ്ധഗോത്രം എവിടെയാണെന്ന് കാണിച്ചു തരണം. ഓക്കെ, ആ ഒരു ചോദ്യം. അപ്പോൾ ഇത് ആദ്യത്തിന് പകുതി മാർക്കേ ഉള്ളൂ കേട്ടോ. ഇനി മാപ്പിലേക്ക് വരികയാണ്. അർദ്ധഗോത്രം ഏത് നമ്പറിലാണുള്ളത്? അവിടെ ഏത് നമ്പറാണ് മനാസയുടെ അർദ്ധഗോത്രമായിട്ട്? നമ്പർ 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കവിടെ എഴുതി വയ്ക്കാം. അടുത്തത് ലിയ, ചോദ്യം വരികയാണ്. റാമ എന്ന പട്ടണം ഏതു ഗോത്രത്തിലാണ്? ഗാദ. ഗാദ് എന്നാണ് ഉത്തരം പറഞ്ഞത്. ഉത്തരം തെറ്റാണ്. നമ്മൾ ഈ POC ബൈബിളിൽ നമ്മൾ കാര്യം കണ്ടായിരുന്നു. റാമ എന്നുണ്ട്, റാമ എന്ന ആകാരമുള്ളതും ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ റാമ എന്ന ആകാരമില്ലാത്തത് നഫ്താലി ഗോത്രത്തിലാണ്. ഇനി റാമ എന്നുള്ളത് ബെഞ്ചമിൻ ഗോത്രത്തിലുമുണ്ട്. ഓക്കെ, അപ്പോൾ റാമ എന്ന സ്ഥലം നഫ്താലി ഗോത്രത്തിലാണ്. ഓക്കെ, അതും മാറിപ്പോവുകയാണ്. ഇനി അടുത്തത് മോനെ ജിസ്മോൻ സണ്ണി, ചോദ്യം ഇതാണ്. ബത്ഹാറാം, ബത് നിമ്ര, സുക്കോത്ത്, സാഫോൻ തുടങ്ങിയ സ്ഥലങ്ങൾ ആരുടെ ഓഹരിയിൽപ്പെടും? യൂദ. യൂദ ഗോത്രത്തിൽ എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. യൂദ ഗോത്രത്തിലല്ല ഇത് വരുന്നത്, മറിച്ച് ഗാദ് ഗോത്രത്തിൽ. ഗാദ് ഗോത്രത്തിലാണ് ഇവരെല്ലാം കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മാപ്പിലേക്കും പോകാൻ സാധിക്കുകയില്ല. പോയിൻ്റൊന്നും കിട്ടിയിട്ടുമില്ല എന്നതാണ്. അടുത്തത് ഷിബു തോമസിനോടാണ്. ഷരുഹൻ എന്ന പട്ടണം ഏതു ഗോത്രത്തിലാണ്? ബെഞ്ചമിൻ. ബെഞ്ചമിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബെഞ്ചമിൻ്റെ താഴെയാണ് യൂദ. യൂദയുടെ ഉള്ളിലാണ് ഏത് ഗോത്രമാണ്? ശിമയോൻ. ശിമയോന്റെ ഉള്ളിലുള്ള പട്ടണമാണ് ശരുഹൻ. അപ്പോൾ ഉത്തരം ശിമയോൻ 19:6. ആനി ജോർജ് പറഞ്ഞത് 3 അത് ശരിയാണോ എന്ന് നമുക്ക് ജൂറിയോട് ചോദിക്കാം. ആനി ജോർജ് പറഞ്ഞ ഉത്തരം 3. മാപ്പിൽ 3ാമത്തെ പോയിന്റാണ് കാണിച്ചു തന്നത്. അത് മനാസയുടെ അർദ്ധഗോത്രമാണ്. ഈ ഗലീലി തടാകത്തിന് മറുകര എന്ന് പറയുന്നത്, പുതിയ നിയമത്തിൽ മറുകര എന്ന് പറയുന്നത് ഗനേസരത്ത്, അതെല്ലാം ഈ മനാസെ ഗോത്രത്തിൻ്റെ തലത്തിൽപ്പെടുന്നതാണ്. അല്ലെങ്കിൽ ജോർദാൻ അപ്പുറം എന്ന് പറയുന്നത്, പേരസ് എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ നമുക്ക് ഗാദും റൂബനും മനാസയും ഒക്കെ അവിടെ കടന്നു വരികയാണ്. ജോഷുവയുടെ പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ട് തന്നെ ഉത്തരം പറഞ്ഞു. ആനി ജോർജിന് അഭിനന്ദനങ്ങൾ. എല്ലാവരും കൈയ്യടി. ഇപ്പോൾ ആനി ജോർജിന് ലഭിച്ചത് 7.5 മാർക്കാണ്. കാരണം അർദ്ധഗോത്രം എന്ന് പറയാമായിരുന്നു. പ്രിയരെ, ലോഗോസ് പ്രതിഭ 2023 മത്സരത്തിന്റെ അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ റൗണ്ടിന്റെ പേരാണ് സകലം. ഈ റൗണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്പർ 6 ചോദ്യം ചോദിക്കും. ശരിയായ ഉത്തരം പറഞ്ഞാൽ 10 മാർക്ക് ഉത്തരത്തിന് ലഭിക്കുന്നതായിരിക്കും. പാസ് ചെയ്യുന്നതല്ല, അടുത്ത ആളിലേക്ക് ചോദ്യം പോകുന്നതായിരിക്കും. സകലം റൗണ്ട് എന്ന് പറയുന്നത് ജനറൽ നോളജ് ചോദ്യങ്ങളാണ്.
കട്ടിയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുക. GK ബൈബിൾ GKയിലേക്കാണ് ഇപ്പോൾ വരുന്നത്. ആദ്യത്തെ ചോദ്യം വരുന്നത് ഷിബു തോമസിനോടനാണ്. ചോദ്യം ഇതാ: നാഷ് പപ്പീറസ് സകലത്തിൻ്റെ ഉള്ളടക്കം എന്ത്? സമ്മാനമല്ല. അറിയില്ല. തീർന്നു, വിഷയം തീർന്നു. ഉത്തരം നമ്മൾ പറയുകയാണ്. 10 കൽപ്പനകളും, അതായത് പുറപ്പാടിൻ്റെ പുസ്തകം 20 അധ്യായം 1 മുതൽ 17 വരെയുള്ള വചനവും, ക്ഷേമ ഇസ്രായേൽ, ഇസ്രായേലെ കേൾക്കുക എന്ന ആ പ്രാർത്ഥനയും 6-ാം അധ്യായം 4-9. ആദ്യത്തെ പപ്പീറസ. ആ പപ്പീറസിൽ ഏറ്റവും പഴക്കമുള്ള പഴയ നിയമ ഗ്രന്ഥത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും പഴക്കം. അതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ്. ഇതിൽ നിന്നും അധികം നമ്മൾ സംസാരിച്ച് പോകുന്നില്ല. അടുത്ത റൗണ്ടിലേക്ക് പോവുകയാണ്. ജിസ്മോൻ സണ്ണി, ചോദ്യം വരുന്നത് ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. സമരിറ്റൻ പഞ്ചഗ്രന്ഥത്തിൻ്റെ ഗ്രീക്ക് ഭാഷയിലുള്ള വിവർത്തനത്തെ ഒരിജൻ വിളിച്ച പേരെന്ത്? തോറ എന്നല്ല മോനെ. ഉത്തരം സമരിറ്റിക്കോൺ എന്ന പദമാണ്. സമരിറ്റിക്കോൺ എന്ന പദമാണ് വന്നത്. ഇനി അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പോകുകയാണ്. ലിയ, ചോദ്യം ഇതാണ്: ജെറൂസലേമിൽ ഷ്രൈൻ ഓഫ് ദ ബുക്ക് അഥവാ പുസ്തകത്തിൻ്റെ പുണ്യ സങ്കേതം എന്നറിയപ്പെടുന്ന പുരാവസ്തു കേന്ദ്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ചാവുകടൽ ചുരുളാണ്. ബൈബിളിലെ ഒരു പുസ്തകം മുഴുവനും ഈ ചുരുളിൽ ഉണ്ട്. ഏത് പുസ്തകമാണ്? ഏശയ്യ എന്ന് പറഞ്ഞു. ഉത്തരം ശരിയാണ്, ഏശയ്യ. നല്ല കൈയടിക്കുക. ഇത് ടഫായിട്ടുള്ള ചോദ്യമാണ്, കുഞ്ഞിന് പറയാൻ സാധിച്ചു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ചോദ്യം 4. AD 895 മോസസ് ബെൻ ആഷർ എഴുതിയ കയ്യെഴുത്ത് പ്രതിയുടെ പേരെന്ത്? പിസീത്ത എന്നാണ് പറഞ്ഞത്, പക്ഷേ തെറ്റാണ്. കെയ്റോ കോഡക്സ് എന്നാണ് അതിൻ്റെ ഉത്തരം. കെയ്റോ കോഡക്സ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 5-ാമത്തെ ചോദ്യം അമലയോടാണ്. അമല, പോണ്ടിഫിക്കൽ ബൈബിൾ കമ്മീഷനിലെ മലയാളി അംഗം ആര്? പോണ്ടിഫിക്കൽ ബൈബിൾ കമ്മീഷന്റെ ഫാദർ ഹെൻറി പട്ടരുമടത്തിൽ. SJ എന്നും കൂടി കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഫാദർ ഹെൻറി പട്ടരുമടത്തിൽ SJ. നമ്മുടെ എല്ലാവരുടെയും ഇവിടെ ഒത്തിരി പുസ്തകങ്ങൾ മിക്കവർക്കും അറിയാവുന്നതാണ്. പോണ്ടിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷന്റെ 20 അംഗങ്ങളിൽ ഒരാളാണ് ഹെൻറി SJ. വെൽ ആൻഡ് ഗുഡ്. അടുത്ത ചോദ്യം വരുന്നത് ഇതാണ്: ഹീബ്രു ബൈബിളിൽ നിന്നും വ്യത്യസ്തമായി കത്തോലിക്ക ബൈബിളിൽ എസ്തറിന്റെ പുസ്തകത്തിൽ എത്ര വാക്യങ്ങൾ കൂടുതലുണ്ട്? എസ്തർ 13-14. 13-14 വാക്യങ്ങളാണ് കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഉത്തരം തെറ്റാണ്. 108 വാക്യങ്ങൾ കൂടുതലുണ്ട് എന്നാണ്. അപ്പോൾ സകലം റൗണ്ട് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു. 1-2 പേർക്ക് മാത്രമേ ഉത്തരം പറയാൻ സാധിച്ചത്. എങ്കിൽ തന്നെയും മനോഹരമായിട്ടത് അവസാനിപ്പിക്കാൻ സാധിച്ചു. ഇനി നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോകുകയാണ്. അത് നമ്മുടെ അവസാനത്തെ റൗണ്ടായിരിക്കും. പക്ഷേ അതിന് മുന്നോടിയായി നമ്മൾക്ക് സ്കോർ എന്താണ് എന്ന് കാണാം. പ്രിയ സ്നേഹിതരെ, ലോഗോസ് പ്രതിഭ 2023 മത്സരം ഇവിടെ ഏതാണ്ട് പൂർത്തിയാവുകയാണ്. ഇനി അവശേഷിക്കുന്നത് ഒരു റൗണ്ട് മാത്രമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ ഇതുവരെയുള്ള സ്കോർ പരിശോധിക്കാം. മേരി തോമസ് 49.3 പോയിന്റ്സ്, അമല ഷിൻഡോ 70.3 പോയിന്റ്സ്, ആനി ജോർജ് 64.7 points, Lia Teresa 64.1 points, Gismon Sunny 39.3 points, Shibu Thomas 70.6 points. അടുത്ത റൗണ്ടിന്റെ പേരാണ്
സാമ്യം. ഇതൊരു ബസർ റൗണ്ടാണ്. ശരി ഉത്തരം അറിയാമെങ്കിൽ മാത്രമാണ് പാർട്ടിസിപ്പൻസ് ബസറിൽ പ്രസ് ചെയ്യേണ്ടത്. കാരണം ഉത്തരം തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള സ്കോറിൽ നിന്നും -പോയിന്റ് വരുന്നതാണ്. ക്വിസ് മാസ്റ്റർ 5 പോയിന്റ് എടുക്കും. അപ്പോൾ ക്വിസ് മാസ്റ്ററിന് ആ പോയിന്റ് കൊടുക്കാതിരിക്കാൻ നമ്മൾ ശരി ഉത്തരം അറിയാമെങ്കിൽ മാത്രം പ്രസ് ചെയ്യുക. പകുതി തെറ്റാണെങ്കിലും ക്വിസ് മാസ്റ്റർ മാർക്ക് കുറയ്ക്കും. പൂർണ്ണമായി ഉത്തരം അറിയാമെങ്കിൽ മാത്രം, അല്ലേ മാസ്റ്റർ? ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാമ്യം എന്നാണ് നമ്മുടെ ഈ റൗണ്ടിൻ്റെ പേര്. അതുകൊണ്ട് 2 വചനഭാഗങ്ങൾ തരും. 2 വചനഭാഗങ്ങൾ തന്നിട്ട് അതിൻ്റെ ഉത്തരമായിട്ട് ഒരു പൊതു സവിശേഷത എന്തെങ്കിലും നിങ്ങൾ കണ്ടെത്തണം. അതിലൊരു പൊതു സവിശേഷതയുണ്ട് 2 വചനഭാഗങ്ങളിൽ. ഓക്കെ, ആ സവിശേഷത ഒരു പൊതു സവിശേഷത, അതിൽ പൊതു പ്രമേയമായിരിക്കും, പൊതു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ പൊതു സ്ഥലമായിരിക്കും. അത് ഏതാണ്, അത് രണ്ടിലും ഉള്ളത് കണ്ടെത്തണം. ഒന്നാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചോദ്യം ഇവിടെ തെളിയില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇവിടെ തെളിയില്ല. മറിച്ച് നിങ്ങൾ കേൾക്കുക, അമർത്തുക. ആര് ആദ്യം അമർത്തുന്നോ അവർക്ക് ആണ് ഉത്തരം പറയാവുന്നത്. പൂർണ്ണമായി കേട്ടതിന് ശേഷം മാത്രം. ഇത് കേൾക്കുക, വ്യക്തമായി കേൾക്കുക, കേട്ടതിന് ശേഷം ബസറമർത്തുക, അമർത്തിയതിന് ശേഷം ഉത്തരം പറയുക. ഉത്തരം പറയാനുള്ള നിങ്ങൾക്ക് സമയം 5 സെക്കൻഡ് മാത്രം, അധികമില്ല. ഓക്കെ, ചോദ്യം ഇതാണ്. ജോഷുവ 19-ാം അധ്യായം 28-29 വചനങ്ങളും ലൂക്ക 6-ാം അധ്യായം 17-ാം വചനവും തമ്മിലുള്ള പൊതു സവിശേഷത എന്താണ്? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. ഉത്തരം ആർക്കുമില്ല. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഓക്കെ, ആൻസർ പറയുകയാണ്. ആൻസർ ഇതാണ്, ടൈർ സീദോൻ. ടൈർ സീദോനാണ്. ഓക്കെ, അടുത്ത ചോദ്യം വരുന്നത് ഇതാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. അടുത്ത ചോദ്യം, ജോഷുവ 13:1 23:1 തമ്മിലുള്ള പൊതു സവിശേഷത എന്താണ്? ചേച്ചി പറഞ്ഞു. ഓക്കെ, ആനി ജോർജ്. കർത്താവ് ജോഷിയോട് അരുളി ചെയ്യുന്നു. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്യുന്നു. ഉത്തരം തെറ്റാണ്. ഉത്തരം വൃദ്ധനായ ജോഷുവ ആണ്. രണ്ടിടത്തുമാണ് ജോഷുവയുടെ വാർദ്ധക്യത്തെക്കുറിച്ച് പറയുന്നത്. അടുത്ത -5 വന്നു. സാരമില്ല, റിസ്ക് എടുത്താലേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുകയാണ്. ലൂക്ക 7:36-38 2 കൊറിന്തോസ് 2-ാം അധ്യായം 14-16 തമ്മിലുള്ള പൊതുവായ പ്രമേയം ഏതാണ്? ചോദ്യം വന്നിട്ടുണ്ട്. എങ്ങനെയാണ്, ഉണ്ടോ? വെരി ഗുഡ്. എന്താണ് അമല ഉത്തരമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്? 2:14 പറയുന്നത് ജ്ഞാനത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ 7:36
38 ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണെന്ന് പറയുന്നുണ്ട്. ഉത്തരം തെറ്റാണ്. ഉത്തരം സുഗന്ധ തൈലവും സൗരഭ്യവുമാണ്. സൗരഭ്യത്തെക്കുറിച്ച് കൊറിന്ത്യസ്കാർക്ക് ഇതിലെ അവിടെ പറയുന്നുണ്ട്. 7 സുഗന്ധ തൈലവുമായി വരുന്ന പാപിനി, അത് രണ്ടുമാണ് പൊതു സവിശേഷതയായിട്ട് അവിടെയുള്ളത്. -5 ഉണ്ട്, നമുക്ക് പിടിക്കാൻ പറ്റും, ഇനിയും കയറാൻ പറ്റുന്നതാണ്. ജോഷുവ 16:10 21:20 തമ്മിലുള്ള പൊതു സവിശേഷത എന്താണ്? ഉത്തരവുണ്ടോ? ഓക്കെ, എന്താണ്? എഫ്രായിം ഗോത്രം ഗേസറിൽ വെച്ചിരുന്ന കാനാന്യര് അതില് അത്ര മതി, ഇനി വേറെ ഉത്സവത്തേക്കും പോകും. ഗേസർ. ഗേസർ, അത്ര മതി, ഇനി വേറെ പറയണ്ട. അത്ര മതി. ഓക്കെ, അടുത്ത ചോദ്യം വരുന്നത് 2 കൊറിന്തോസ് 1:22 2 കൊറിന്തോസ് 5:5 തമ്മിലുള്ള പൊതു സവിശേഷത എന്താണ്? ചോദ്യം വന്നു കഴിഞ്ഞു. ആത്മാവിനെ അച്ചാരമായി ആത്മാവിനെ അച്ചാരമായി ലഭിക്കുന്നു. ആത്മാവിനെ അച്ചാരമായി ലഭിക്കുന്നു. അവസാനത്തെ ചോദ്യമാണ്. ചോദ്യം കേൾക്കുക. 2 കൊറിന്തോസ് 2:8 5:14 തമ്മിലുള്ള പൊതു സവിശേഷത എന്താണ്? ചോദ്യം ഇട്ട് കഴിഞ്ഞു. ഓക്കെ, ഉത്തരം പറയൂ. അമല, യു ഹാവ് ടേക്കൺ എ റിസ്ക്. അത് 2 കൊരിന്തോസ് 2:8 പറയുന്നത് നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹത്തെക്കുറിച്ച് അവൻ ഉറപ്പ് വരുത്തണമെന്ന് പറയുന്നുണ്ട്. 5:14 പറയുന്നത് ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചെന്ന് എല്ലാവരും മരിച്ചെന്ന് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു എന്ന് പറയുന്നു. രണ്ടിലും സ്നേഹം എന്നുള്ളതാണ്. സ്നേഹം. സോ ക്ലൈമാക്സിനാണ് കേട്ടോ എല്ലാം മാറി. ഐ തിങ്ക് സോ. സംതിങ് മിറക്കിൾ ഹാസ് ഹാപ്പൻ ഹിയർ. എന്തൊക്കെയോ ഒരു അത്ഭുതം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തൊക്കെയോ അത്ഭുതം ഇവിടെ നടന്നിട്ടുണ്ട്. അവസാനത്തെ ഫൈനൽ റൗണ്ടിലൂടെ കടന്നുപോയി കഴിഞ്ഞു നമ്മൾ. സ്കോർ എന്താണെന്ന് അവിടെ അവർ കണക്കുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം എത്രത്തോളം എവിടം വരെ എത്തി എന്നുള്ള കാര്യം. 2023 ലോഗോസ് ക്വിസിന്റെ പ്രതിഭയെ അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി ബൈബിൾ കമ്മീഷൻ, KCBC ബൈബിൾ കമ്മീഷന്റെ സെക്രട്ടറിയും ഈ ലോഗോസ് ക്വിസിന്റെ അമരക്കാരനുമായ ജോജു അച്ഛനെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, വാശിയേറിയ മത്സരം, ഉത്തേജനകമായ നിമിഷങ്ങൾ, അവസാന ചോദ്യം വരെ ആര് ലോഗോസ് പ്രതിഭയാകും എന്ന് ആർക്കും പറയാൻ പറ്റാത്ത നിമിഷങ്ങൾ. 2023 ലോഗോസ് പ്രതിഭാ ക്വിസിൻ്റെ പ്രത്യേക സവിശേഷത അതായിരുന്നു. എല്ലാവരെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ടായിരുന്നു മത്സരം മുന്നോട്ട് നീങ്ങിയത്. 4,75,000 പേര് പങ്കെടുത്ത മത്സരത്തിൽ നിന്നും 6 പേരാണ് ലോഗോസ് പ്രതിഭാ മത്സരത്തിലേക്ക് യോഗ്യത നേടിയത്. ആ 6 പേരുടെ റിസൾട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുക. 6 പേരിൽ നിന്നും 6ാം സ്ഥാനം നേടിയിരിക്കുക കോതമംഗലം രൂപതയിൽ നിന്നുള്ള എ കാറ്റഗറിയിൽ നിന്നുള്ള ജിസ്മോൻ സണ്ണി 39.3 മാർക്ക് നേടിയിരിക്കുന്നു. 5ാം സ്ഥാനത്ത് 59.3 മാർക്കോടുകൂടി എഫ് കാറ്റഗറിയിൽ നിന്നും ഇരിഞ്ഞാലക്കുടയിൽ നിന്നുള്ള മേരി തോമസ്
നാലാം സ്ഥാനം നേടിയിരിക്കുന്നത് 59.7 മാർക്കോടുകൂടി തൃശൂർ അതിരൂപതയിൽ നിന്നും ഈ കാറ്റഗറിയിൽ നിന്നും ആനി ജോർജ്. മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് 70.6 മാർക്കോടുകൂടി മൂവാറ്റുപുഴ രൂപതയിൽ നിന്ന് ഡി കാറ്റഗറിയിൽ നിന്ന് ഷിബു തോമസ്. രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് 74.1 മാർക്കോടുകൂടി ബി വിഭാഗത്തിൽ നിന്നും താമരശ്ശേരി രൂപതയിലെ ലിയാട്രീസ സുനിൽ. ഈ വർഷത്തെ 2023 23ാമത് ലോഗോസ് ക്വിസ് പ്രതിഭയെ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. 75.3 മാർക്കോടുകൂടി ഇരിഞ്ഞാലക്കുടയിൽ നിന്നുള്ള അമല ഷിൻഡോ 2023 ലോഗോസ് പ്രതിഭയായി പ്രഖ്യാപിക്കുന്നു. 2023 ലോഗോസ് ക്വിസ് വിജയമാക്കാൻ പരിശ്രമിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ മത്സരത്തിൻ്റെ മനോഹാരിത വരും വർഷങ്ങളിൽ ലോഗോസ് ക്വിസിന് അനേകായിരങ്ങൾ പങ്കെടുക്കുവാനായിട്ട് ഇടവരുത്തട്ടെ. എല്ലാവർക്കും നന്ദി ആശംസിക്കുന്നു. തൻ്റെ ചട്ടങ്ങൾ കൈത്തണ്ടയിലും നെറ്റിത്തടത്തിലും കട്ടിളപ്പടിയിലും തൂക്കണമെന്ന ഒരു അനുശാസനം ബൈബിളിലുണ്ട്. ഇടവേളകളിൽ ഉറ്റുനോക്കാനാണ് കൈത്തണ്ട. എതിരെ വരുന്നവർക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് നെറ്റിത്തടത്തിൽ. സന്ദർശകർക്കും അതിഥികൾക്കും വായിച്ചെടുക്കാനാണ് വാതിൽപ്പടിയിലെ തൊങ്ങലുകൾ. വചനം നിരന്തരം ഓർമ്മയിൽ വയ്ക്കാൻ, നമ്മെയും നമ്മുടെ പരിസരത്തെയും സഹായിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. ആ ഓർമ്മ കൊണ്ട് എല്ലാത്തരം ശൈഥില്യങ്ങളെയും കുറുകെ കടക്കാൻ മാനവരാശിക്ക് സാധിക്കട്ടെ. ലോഗോസ് പ്രതിഭാ മത്സരം 2023 ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി.